ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഹൈവേകളിൽ റോഡ് തടഞ്ഞുകൊണ്ടുള്ള റാലികൾ പാടില്ല. കുടിവെള്ളവും വൈദ്യസഹായവും ക്രമീകരിക്കണം. കരൂർ ദുരന്തത്തെ തുടർന്ന് പൊതുതാത്പര്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. ഷബ്ന സിയാദുണ്ട് വിവരങ്ങളുമായി. ഷബ്ന, ഈ കരൂർ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി പേർക്കാണ്. ആ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശങ്ങളെല്ലാം വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വിലയിരുത്തലുകൾ? എന്താണ് വിശദാംശങ്ങൾ? അഖില, ഹർജി ഹൈക്കോടതി ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ റാലിയോ ഇത്തരത്തിലുള്ള പരിപാടികളോ സംഘടിപ്പിക്കുമ്പോൾ കുടിവെള്ളം അടക്കമുള്ളവ, വൈദ്യസഹായം ഉൾപ്പെടെയുള്ളവ ക്രമീകരിക്കണം എന്നാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ ഹൈവേകളിൽ റോഡ് തടഞ്ഞുകൊണ്ടുള്ള റാലികൾ പാടില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കേസിൽ 2 ആഴ്ചക്കകം മറുപടി നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ CBI എൻക്വയറി ആവശ്യപ്പെട്ടിട്ടുള്ള, അതായത് ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ വരുന്ന മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, TVK തന്നെയാണ് CBI അന്വേഷണത്തിന് ആവശ്യം ഉന്നയിച്ചിരുന്നത്. കാരണം ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നു. ഇവർക്ക് റാലി നടത്താൻ കൃത്യമായ സ്ഥലം അനുവദിച്ചിരുന്നില്ല. കൂടുതൽ ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാധ്യത മുൻകൂട്ടി വലിയ വിശാലമായ സ്ഥലം അനുവദിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അത്തരത്തിലല്ല സ്ഥലം അനുവദിച്ചത്. അതോടൊപ്പം തന്നെ ഈ റാലി അലങ്കോലപ്പെടുത്താനായി വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു. വിജയിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി വളർന്നു വരുന്നതിലുള്ള പ്രശ്നം മൂലമാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തി ഈ പരിപാടി പൊളിച്ചത്, അല്ലെങ്കിൽ ഇതിൽ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതായിരുന്നു TVKയുടെ ഹർജിയിലെ ആവശ്യം. അതുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് TVK കോടതിയെ സമീപിച്ചിരുന്നത്. ഏതായാലും CBI അന്വേഷിക്കേണ്ട, നിലവിലെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ഈ അന്വേഷണം പൂർത്തീകരിക്കട്ടെ എന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹർജി കോടതി തള്ളിയിട്ടുണ്ട് ഇപ്പോൾ. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഹർജികളെ, അതായത് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ഹർജികളിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് കോടതി. അത് 2 ആഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ CBI അന്വേഷണം മാത്രമല്ല, നഷ്ടപരിഹാരം ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം തുടങ്ങി വിവിധ ഹർജികൾ മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു. ഇതിൽ CBI അന്വേഷണ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. മറ്റ് ഹർജികളിൽ സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. ഷബ്ന, ഇതിൽ CBI അന്വേഷണം വേണം, സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു TVK. അതിൽ മേലാണ് അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നാലും എന്തായാലും CBI അന്വേഷണം ഇനി വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ സുരക്ഷ ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരും മുന്നൊരുക്കങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു വിജയുടെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അക്കാര്യമൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ആരും കോടതിയിൽ വാദിച്ചിട്ടില്ലേ? CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുകയാണ് കോടതി. തീർച്ചയായും, കാരണം CBI അന്വേഷണം ആണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ഹർജിക്കാർ പറഞ്ഞിരുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ഒരു രീതിയിലും കൃത്യമാവില്ല. കാരണം ഈ സർക്കാർ തന്നെ ഈ റാലി പൊളിക്കാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതിൽ ഇത്തരത്തിലൊരു വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയാണ് എന്നതായിരുന്നു. അതിനുശേഷമാണ് ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഈ ഹർജി നൽകുന്നത് കോടതിയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന രീതിയിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസാണ്. ഇത് പ്രാഥമികമായൊരു അന്വേഷണം മാത്രം. ഇപ്പൊ നമുക്കറിയാം, ദുരന്തം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ തന്നെ CBI അന്വേഷിക്കണം എന്നൊരാവശ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. കോടതിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്, രാഷ്ട്രീയത്തിനായി കോടതികൾ ഉപയോഗിക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണ ഹർജി തള്ളുകയും ചെയ്തു. ഷബ്ന, ഇത് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് TVK കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഇനി നടപടികൾ എങ്ങനെയായിരിക്കും? എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോടതികളെ സമീപിച്ചിട്ടുള്ളത് TVK?
ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിരുന്നു. അവർ പ്രധാനമായും ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് ഈ ചെറിയ സ്ഥലത്ത്, അതായത് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇവർക്ക് റാലി നടത്താനായി അനുവദിച്ചത്. വലിയ തോതിൽ ജനക്കൂട്ടം എത്തും എന്ന് ഉറപ്പുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ ഈ അനുമതിക്ക് അപേക്ഷിച്ചപ്പോൾ തന്നെ അത് അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും കൃത്യമായ സ്ഥലം അനുവദിച്ചില്ല. ഇതാണ് പ്രധാനമായും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. TVKക്ക് വേണ്ടി TVKയുടെ പ്രവർത്തകനാണ് ഹർജിയുമായി കോടതിയെ പോയത്. വിജയ് അടക്കമുള്ളവരുടെ വളർച്ച, ഈ പാർട്ടിയുടെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയിരുന്നത് എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ലോക്കൽ പോലീസിനെ കൂടാതെ തന്നെ ജുഡീഷ്യൽ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോടതി ഇപ്പോൾ ഇത് പരിഗണിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നു, പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോടതിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്, CBI അന്വേഷണം എന്ന ആവശ്യം ഇപ്പോൾ നിലവിൽ അനുവദിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഈ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റാലികൾ അടക്കമുള്ള പൊതുയോഗങ്ങൾ അടക്കം നടത്തുന്നതിന് മാനദണ്ഡങ്ങൾ രൂപീകരിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് കുടിവെള്ളം, അതോടൊപ്പം തന്നെ വൈദ്യസഹായം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ റാലി നടത്തുമ്പോൾ സർക്കാർ ഉറപ്പാക്കണം. അത്തരം കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ മാർഗനിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നത്. ഈ ദുരന്തം ഇത്തരത്തിൽ ദേശീയ പാതകളിലടക്കം റാലികൾ നടത്തുകയും ഈ രീതിയിൽ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡുകൾ ഒരിക്കലും സഞ്ചരിക്കാനുള്ളതാണ്. റോഡുകൾ ആ ഒരു സാഹചര്യത്തിൽ റോഡുകൾ ഈ വഴി തടഞ്ഞുള്ള ഈ രീതിയിലുള്ള വലിയ ജനക്കൂട്ടം എത്തുകയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് അനുവദിക്കാൻ പറ്റില്ല. TVK ആവശ്യപ്പെട്ട CBI അന്വേഷണം ഉണ്ടാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് വേണ്ടി കോടതി ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാട് കോടതി സ്വീകരിക്കുകയാണ്. അതിനൊപ്പം സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് കൂടി കോടതി പറയുകയാണ്. ഈ വിഷയത്തിൽ വാദം തുടരുകയാണ്. ഷബ്നാ സിയാദാണ് വിവരങ്ങൾ നൽകിയത്.